ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. മണിക്കുട്ടനെ വിളിച്ച് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം. മണിക്കുട്ടൻ ഇന്നിപ്പോൾ മൺഡേ ആണ്, ഒരു മൺഡേ ദിവസമാണ്. അപ്പോൾ ഇന്ന് അവൻ അംഗൻവാടി പോയിട്ടുണ്ട്. ഞങ്ങൾ സാറ്റർഡേ വന്നതാണ്. ഇത്ര ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മളിത് പാലക്കാട്ടോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസൊക്കെ അടുത്ത് വരുമല്ലേ, എന്നാൽ പിന്നെ വീട്ടിലോട്ട് വിട്ടേക്കാമെന്ന് വെച്ച് വന്നതാണ്. ക്രിസ്മസിന് ഞങ്ങൾ വരവേറ്റ് കഴിഞ്ഞ് ഒരു സ്റ്റാറൊക്കെ ഇട്ടിട്ട് 1.5 മാസത്തോളം ഞാൻ വീട്ടിൽ പോയി നിന്നിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അറിയാമല്ലോ, നമ്മൾ ഇപ്പോൾ എങ്ങോട്ടേലും പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉള്ള പണികളോട് പണിയായിരിക്കും. നമ്മുടെ മുറിക്കകത്ത് നമുക്കൊന്നും ഡ്രസ്സ് അലക്കാനും ഈ കാര്യങ്ങൾ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ കുറച്ച് മുന്തിരിങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഇച്ചിരി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെ ഉപയോഗിക്കുക. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുക. ഇച്ചിരി പുളിയുള്ള ഒരു മുന്തിരിങ്ങയായിരുന്നത്. അത് നമുക്കിനി ജ്യൂസ് അടിക്കാനേ കൊള്ളത്തുള്ളൂ, അല്ലാതെ നമുക്ക് കഴിക്കാനേ പറ്റില്ല. പിന്നെ 4 മണിയല്ലേ, നമുക്ക് ചായ ഇട്ട് അങ്ങോട്ട് തുടങ്ങാം. ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിലും അമ്മയോടെ വേറെ പണിയിലാണ്. അച്ഛന് നല്ല പനിയായിട്ട് അച്ഛൻ നല്ല കിടപ്പാണ്, വയ്യാണ്ട് കിടക്കുവാണ്. അപ്പോൾ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയെ വിളിച്ച് കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇവിടെയൊക്കെ ഇരിക്കണം. അപ്പോൾ ഒരു 1.5 മാസത്തെ കഥകളൊക്കെ ഉണ്ടല്ലോ പറയാൻ, അതൊക്കെ കേട്ടൊന്നും തീരത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. തല്ലാൻ ഓടിച്ചെന്ന് ഞാൻ ഓർക്കരുത്, ഞാനൊരു ബണ്ണ് കൊണ്ട് കൊടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ വീട് വൃത്തിയാക്കലും പരിപാടിയൊക്കെയാണ്. 4 മണി നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടമായിരിക്കും. പിന്നെ എൻ്റെ ചെറുക്കൻ അവിടെ അംഗനവാടി പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടാനായിട്ട് ട്രൗസറും ഇട്ട് അതുവഴി നടപ്പുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ തൂത്തുവാരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേണം. ഇതൊക്കെ രാവിലെ ഇവിടെ ഭയങ്കര കാറ്റാണ്. നമ്മൾ അങ്ങോട്ട് തൂത്തുകൊണ്ട് പോകുമ്പോഴത്തേന് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് രാവിലെ അങ്ങനെ തൂക്കാത്തത്. രാവിലെ തൂക്കണമെങ്കിൽ കണ്ടോ നല്ല കാറ്റില്ലേ, നേരം വെളുക്കുമ്പോഴായാലും നല്ല കാറ്റാണ്, നമുക്ക് തൂക്കാൻ പറ്റത്തില്ല. രാവിലെ ഈ കാറ്റ് കാരണം നല്ല ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ എത്ര അടിച്ചാലും പറ്റത്തില്ല. അപ്പോൾ പിന്നെ വൈകിട്ട് വേഗം തൂത്ത് കഴിയണം. നല്ല നീളമുള്ള കുറ്റിച്ചൂലുണ്ടെങ്കിൽ, കുറ്റിച്ചൂലല്ല നീളമുള്ള ചൂല്, ഈർക്കിലിച്ചൂലുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വേഗം തൂത്തെടുക്കാനായിട്ട് പറ്റുവേ. അപ്പോൾ ഇത് വെളിയിലാണ് നമ്മൾ കഞ്ഞി ഇടുന്നത്. കാരണം ഇവിടെ പാലക്കാട് എല്ലാവരും പുറമെയാണ് കഞ്ഞി വെക്കാറ്. കഞ്ഞികളായാലും കറികളായാലും നമ്മൾ പുറത്തും അടുപ്പുണ്ട്, അകത്തും അടുപ്പുണ്ട്. അപ്പോൾ മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തായിരിക്കും നമ്മൾ വെക്കുന്നത്. മഴയുണ്ടെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറും, അങ്ങനെ വെക്കും. പിന്നെ തൂത്തുവാരായി, തുടയായി, വിളക്ക് വെക്കണം, ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കണം, ഉണ്ണിക്ക് ചായ കൊടുക്കണം, അവന് ബിസ്ക്കറ്റ് കൊടുക്കണം. ഓരോ പണികളുണ്ട്. ഇതിനിടയ്ക്ക് 100 പണികളുടെ ഇടയ്ക്കാണ് ഇതും ചെയ്യുന്നത്, വീഡിയോസ് ആയാലും ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു സപ്പോർട്ട് എല്ലാവരും തരണം. ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും തരണം. എല്ലാ അമ്മമാരും ചേച്ചിമാരായാലും എല്ലാവരും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിലെ കാര്യങ്ങളായാലും ഇടുന്നത്. കാരണം അവർക്ക് വേറൊരു വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവരുടെയെങ്കിലും ആവശ്യത്തിനാവുമല്ലോ എന്നോർത്തിട്ടാണ് ഓരോ ചേച്ചിമാരായാലും വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്. ഞാനാണെങ്കിൽ പോലും, കാരണം അവർക്ക് അതിനുള്ള ഒരു ഇതേ ഉള്ളൂ. കാരണം വെളിയിൽ പോയി വലിയ ട്രാവലിംഗ് വീഡിയോസ് എടുക്കാനൊന്നും അവർക്കുള്ള സാഹചര്യങ്ങളില്ല. അതുകൊണ്ട് എല്ലാവരും ഈ മോശം കമൻസൊക്കെ ഇടുന്നവർ ഇതൊക്കെ വിചാരിക്കണം. നമ്മൾ ലൈവിലിരിക്കുമ്പോഴായാലും പലതരത്തിലുള്ള മോശം കമൻസൊക്കെ വരുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല എല്ലാവരും. ഓക്കെ, ഞാനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് എങ്ങോട്ടൊക്കെയോ വ്യതിചലിച്ചു പോയി. അങ്ങനെ മണിയുടെ കുളിയും ഒക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ കുളിയും തേവാരും ഒക്കെയാണ്. അതുകൂടെ കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, ഒരു വലിയൊരു പണി കഴിഞ്ഞു. ഇനി ബീഫൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് തന്നെ വേവിച്ച് വെച്ച ബീഫാണ്. അതിനെ ഒന്ന് കറി വെക്കണം. ഏട്ടൻ പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ബീഫ് വാങ്ങുമ്പോൾ ഏട്ടന് വലിയൊരു ഇഷ്ടമാണ് പൊറോട്ടയും ബീഫും അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഏട്ടൻ പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇനി ബീഫ് നല്ല രീതിയിൽ കറി വെക്കണം. നമ്മുടെ ഈ സിങ്ക് നമ്മൾ വേറെ പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും കഴുകുന്ന സിങ്കല്ല. അതുകൊണ്ട് നമ്മൾ വിളക്ക് കഴുകാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുപ്പത്തും ഒന്നുമില്ല ഈ സിങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വിളക്ക് തേച്ചെന്ന് പറഞ്ഞിട്ട് ഇനി ആരും ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ്. ഈ സിങ്കിൽ നമ്മളങ്ങനെ വേറെ കാര്യങ്ങളൊന്നും കഴുകാറില്ല. അപ്പോൾ വിളക്ക് കത്തിക്കണം, എല്ലാത്തിനും വൃത്തിയും വിടുമ്പോൾ ഞങ്ങൾ എന്നും വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ഈ
നിലവിളക്കായാലും എല്ലാ സാധനവും നമ്മൾ കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല വൃത്തിയോടുകൂടി വേണമല്ലോ എല്ലാം ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ വിളക്ക് കത്തിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബീഫൊക്കെ വേഗം നേരെയാക്കി വെച്ചു. അമ്മയാണെങ്കിൽ ഉള്ളിയൊക്കെ പൊളിച്ച് തന്നായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് വേറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈവ് ഇടാനായിട്ടൊക്കെ പോയി ഒരു 2 മണിക്കൂറോളം ലൈവിലിരുന്നിരുന്നു. എന്നിട്ട് വേഗം വന്നെയാണ്. കാരണം ഏട്ടൻ വരുമ്പോഴേ പൊറോട്ട ആയതുകൊണ്ട് പുള്ളിക്ക് ചൂടോടെ തന്നെ കഴിക്കണമെന്നുള്ള ഒരിതുണ്ട്. അപ്പം ഞങ്ങൾ വേഗം കറി വെക്കണമല്ലോ, വേവിച്ച് വെച്ചുകൊണ്ട് ഒന്ന് ഉള്ളി വഴറ്റി ഇട്ടാൽ മതി. ഞാൻ ലൈവിലിരുന്ന സമയത്ത് അമ്മ ഉള്ളിയൊക്കെ പൊളിച്ച് തന്നു. പിന്നെ വേഗം അരിഞ്ഞ് അതങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. പിന്നെ അത്താഴമൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ നല്ലതായിട്ട് കഴിച്ചു. അങ്ങനെ മണിക്കൂട്ടിനും കൊടുത്തു, അവനെയും സെറ്റാക്കി ഒരു മൂലയ്ക്കിരുന്നു. അങ്ങനെ വീടും പോട്ടെ, റൂമൊക്കെ വൃത്തിയാക്കി. ഇതാണ് ഞങ്ങളുടെ റൂം. കണ്ട, ഞാൻ ആ മിക്കി മൗസിനെ ഞാൻ വരച്ചതാണ്. പിന്നെ 2 ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പുറത്തെ ഒരു സ്വിച്ച് ബോർഡിലായിട്ട് ഞാൻ പാണ്ടയെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ നമ്മുടെ ഛോട്ടാ ഭീമിനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. ഇനി ഇതൊക്കെ എൻ്റെ കോപ്രായങ്ങളാണ്. എനിക്ക് എന്താ പറയുക, തുണികളൊക്കെ ഇങ്ങനെ അടുക്കി വൃത്തിയായിട്ട് എപ്പോഴും കാണണം. ഇപ്പോൾ ഏട്ടനായാലും ഒരു തുണി എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ നിരത്തി ഇടാനോ അല്ലെങ്കിൽ അലങ്കോലമായിട്ട് കിടക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് അങ്ങനെ തന്നെ കിടക്കണം. എന്താണെന്നറിയില്ല, അങ്ങനെ കിടക്കണം. ഞാൻ എന്ത് മടക്കിയാലും ഈ അമ്മയായാലും എല്ലാവരും പറയും ഈ ടെക്സ്റ്റൈൽസൊക്കെ കിടന്ന് മടക്കുന്ന പോലെയാണെന്ന്. ശരിയാ, എനിക്ക് പറ്റിയ ജോലി ചിലപ്പോൾ അതായിരിക്കാം. കുഞ്ഞുങ്ങളുള്ള വീടിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എല്ലാം നിരത്തി പറിച്ചൊക്കെ ആയിരിക്കും വീട് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്രയൊക്കെ ഒതുക്കി വെക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇതൊക്കെ അതേപടി ഇരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം നിരത്തും. പിന്നെ വേറൊന്നുമില്ല വിശേഷങ്ങൾ, ഇതൊക്കെ തന്നെയുള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ വേറൊന്നുമില്ല. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൊക്കെ അടിക്കുക. എൻ്റെ ലൈവ് 6:30 മുതൽ കാണും. എല്ലാവരും ഒന്ന് വരിക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.